അയക്കില്ല വർഷേ. നിന്റെ പലതും എനിക്ക് വിളിച്ചു പറയാൻ അറിയാനിട്ടല്ലോ, നീ ഒരു പെണ്ണായി പോയി. ഇല്ലടാ, നിനക്ക് വേണ്ടി ഞാൻ കാണാവാ പറയുന്നെങ്കിൽ പറയണം. നിന്നെ ഷോയറക്കാരെ ഞാൻ പറയൂടി. ഇടക്കിങ്ങനെ വിട്ടോളാ എന്റെ അമ്മേ. വർഷേ, എന്താ കെവിൻ നിന്നെ പറ്റി പറയാൻ പോയേ? എനിക്കറിയോ, എനിക്ക് അവനെ മനസ്സിൽ കുത്തിയിരിക്കലല്ല പണി. എനിക്ക് ടെൻഷനാകുന്നു. എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാണ് നിനക്ക്? ഓ, ഈ തള്ളയുടെ മോന്ത കണ്ടോണ്ടിരിക്കല ഏറ്റവും വലിയ ശിക്ഷ. എന്താന്നറിയില്ലടി, ഇവരിങ്ങനെ ഇടക്കിടക്ക് തുറച്ചു നോക്കും. അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാ മോളെ. ദേഷ്യോ? അതിന് ഞാനിവരോട് എന്തോ ചെയ്തു? നീ ഒന്നും ചെയ്തില്ല, ബട്ട് കെവിൻ ചെയ്തു. പിന്നെ ആ തെണ്ടി അവനോടുള്ള പ്രശ്നത്തിന് എന്നെ എന്തിനാണ് ഈ പരട്ടത്തള്ള നോക്കി ദഹിപ്പിക്കുന്നേ? ഓ, അപ്പോ നിനക്ക് അറിയില്ല. മിസ് സൂസണ് കെവിന് ഇഷ്ടവാ. ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം. നീ ഇപ്പോഴാണ് അറിയണേ? എന്ത്? അവന് പറ്റിയ സാധനവാ. അവനെ നിലക്ക് നിർത്താൻ ഈ തള്ളയുടെ ആവശ്യമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവന്റെ വീട്ടിൽ ഈ തള്ളയുമായി വന്ന് കയറുന്നത്. പതുക്കെ അവര് ശ്രദ്ധിക്കുന്നുണ്ട്. എടി, എനിക്കിപ്പോ അവരെ കാണുമ്പോ അവന്റെ മോന്ത ഓർമ്മ വരുന്നടി. ചുമ്മാരി, നിനക്ക് തോന്നുന്നുണ്ടോ കെവിൻ ഇവരെ? അവൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ബട്ട് ഇവർ അസൈൻമെന്റ്, പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറകെ നടക്കുക. അവന്റെ പുറകെ ഈ കോളേജ് മൊത്തം നടക്കുമ്പോ അവൻ എന്തിനാടി ഈ ഉണക്കത്തള്ളം? നീ എന്താ അവന്റെ സൈഡ് പിടിക്കുന്നേ? ഞാനൊരു പ്രപഞ്ച സത്യം പറഞ്ഞതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് നിന്നെ ഇഷ്ടപ്പെട്ടാലും കെവിൻ ഒരിക്കലും ഈ ഓനെ തള്ളയെ. അതെന്താടി അറ്റ്ലീസ്റ്റ് എന്നെ എന്ന് പറഞ്ഞേ? ഞാൻ അത്രക്ക് മോശക്കാരിയാ? ഏയ്, അങ്ങനല്ല. നീ അവന്റെ ശത്രുവല്ലേ, അതാ അങ്ങനെ പറഞ്ഞേ. നീ ശ്രദ്ധിച്ചായിരുന്നോ? സൂക്ഷിച്ചു നോക്കി, അവരുടെ പല്ല് 2-3 വെപ്പാടി മുടിയും. എന്നിട്ട് അവൾക്ക് കെവിനെ വേണം. വല്ല പട്ടരയോ പരമോനെയോ പോയി പിടിക്കേണ്ട പ്രായത്തിൽ. എന്നാലും എന്റെ തള്ളേ, നിങ്ങളാള് കൊള്ളാലോ. വർഷ, എന്താ അവിടെ? ഇവിടെയോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. വർഷ, കുറെയായി ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു. ഈ കോളേജ് തന്റെ ആണെന്നുള്ള ഭാവത്തില പലപ്പോഴും തന്നെ നടപ്പ്. മിസ്സേ, നോ. ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കാൻ പറ്റിയവർ ഇരുന്നാൽ മതി. അതുകൊണ്ട് ഗെറ്റ് ഔട്ട്. ഈ ഒരു പീരീഡ് പുറത്തുനിന്ന് പഠിച്ചാൽ മതി. എടാ, എന്താടാ നീ അവളെ പറ്റി പറയാൻ വന്നേ? കെവിനെ, ശത്രുക്കളാണെങ്കിലും അവര് നമ്മുടെ അയൽക്കാരാണ്. അയൽക്കാരെ ശത്രുക്കളാണെങ്കിലും സ്നേഹിക്കണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നേ. എനിക്ക് വയ്യ. നീ സ്നേഹിച്ചോ അവളെ? അവളൊരു പാമ്പ. എടാ, ഇന്നലെ പറഞ്ഞ പ്രോജക്ട് വർക്ക് ചെയ്തായിരുന്നോ? ഏതാടാ? എടാ, നിനക്ക് മാത്രമായിട്ട് തന്നില്ലേ ഇന്നലെ ഒരെണ്ണം? എന്തീശോ, നമാറന്നടാ, ഇനി എന്തോ ചെയ്യും? കെവിൻ, കം. എന്തിനെ പറ്റിയായിരുന്നു ഞാൻ പോക്കറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഗ്ലോബൽ വാർമിംഗ്. തുടങ്ങിക്കോ. അത് പിന്നെ ഈ സൂര്യൻ ചൂടാവുമ്പോഴാണല്ലോ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഇവൻ എത്രയായി പറയണേ? സൂര്യൻ ഫുൾ ടൈം ചൂടല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ വിയർക്കുന്നത്. ശരിയാ, ഒരുപാട് വിയർക്കുന്നുണ്ട്, പാവം. കെവിനെ, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകുന്നത് പറയടാ. ആന്റപ്പന? ഓ പണ്ടാറം. എടാ, അന്റാർട്ടിക്ക മഞ്ഞ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുമലയിൽ ടൈറ്റാനിക് ഇടിച്ചത് പോലും ഈ ഗ്ലോബൽ വാർമിംഗ് കാരണമാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. സാർ ഏത് ലോകത്താ? ഞാനൊന്ന് അന്റാർട്ടിക്ക വരെ പോയതാ. നീ പറഞ്ഞത് ശരിയാണോന്ന് അറിയണ്ടേ? കോളേജിലെ പഠിപ്പിസ്റ്റായ നിനക്ക് ഈ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ എങ്ങനെ കഴിയുന്നു? അത് പിന്നെ ടെൻഷൻ ആവുമ്പോ അറിയാതെ. നീ തൽക്കാലം പുറത്തു നിന്ന് ടെൻഷൻ മാറ്റിയിട്ട് വന്നാ മതി. ഇതിപ്പോ ഞാൻ ചെയ്തില്ല ശരിയാവില്ല. കെവിൻ, സ്റ്റഡീസിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ചെല്ല്. ദേ പോണു കാറ്റുപോയ അന്റാർട്ടിക്ക.
ഹലോ, ഇതാര്? കോളേജിന്റെ അഭിമാനം എന്താണ് ക്ലാസ്സിന് പുറത്ത്? ഓടി, നീ ക്ലാസിന്റെ പുറത്തെ സ്ഥിര പ്രതിഷ്ഠ അല്ലേടി വർഷക്കാളി. ദേ ചെക്ക. നീ ഓടി. ഇങ്ങോട്ട് നിൽക്കണോ? എന്തിന്? നിന്റെ ക്രഷ് ഉണ്ട് ഉള്ളിൽ. റഷോ? എന്റെയോ? ആ, മിസ് സൂസൻ. ആ ലെവലാതെ വേണ്ടാതിനെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. നാട്ടില് പരക്കെ ഒരു പറച്ചിലുണ്ടടാ, നീയും ആ തളയും തമ്മിൽ പ്രേമാന്ന്. നാട്ടുകാർക്ക് എന്താടി പറയാൻ പറ്റാത്തെ? പഞ്ഞ കഴിയേറെ മക്കൾ അതുപോലുള്ള ആലവലാദികൾ പടച്ചു വിടുന്നത് കൊണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വന്ന മോളെ. ഓടാ, പേടിപ്പിക്കാതെ. എന്നാലും നീ ഒപ്പിച്ചേ തളയെ. ഇനി മറ്റവളെ ഞാൻ ഒരു വട്ടം പറഞ്ഞതാ. ഇനി എന്നെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞ ചെപ്പടിച്ചു പൊളിക്കും, അത് ആരായാലും. വർഷ, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും തനിക്കൊരു കൂസലില്ലല്ലോ. തന്നെയൊക്കെ എന്താ? കെവിൻ, കെവിൻ എന്താ ഇവിടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ കുറെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടാവും. ഹലോ വർഷ, താനൊന്നും മിണ്ടാതിരിക്കോ? കെവിൻ, പറ മോനെ, എന്താ തനിക്ക് അറിയേണ്ടത്? അത് മിസ്സേ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതാ. വാട്ട്? ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്നോ? അതും എന്റെ കെവിനെ? എന്റെ കെവിനോ? എന്റെ കെവിൻ, ഞാൻ പറഞ്ഞത് ഇപ്പൊ സത്യായില്ലേ? കെവിനെയാ മനുഷ്യൻ, അയാളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. മിസ് വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. മിസ് ഇടപെട്ട ചിലപ്പോ കൂടുതൽ വഷളാവും. എങ്കിലും മിസ് പ്ലീസ്. പ്ലീസ്. വർഷ, താൻ അകത്തേക്ക് പോ, വെറുതെ കെവിൻ ശല്യമാകാതെ. ഓ, നമ്മൾ ഇനി ആർക്കും ശല്യവും കട്ടവും ഒന്നും ആവുന്നില്ലേ? ആ പിന്നെ കെവിൻ. മിസ്സേ, പ്രിൻസി വരുന്നു. എവിടെ? കെവിൻ, കെവിൻ. ആണ്ടായ തള്ളം വെറുതെ നിന്നാലും വന്ന് തലേ കയറിക്കോളും. ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചേക്കുവാ. അവനെ കിടവി. എടാ, അവനെ കണ്ടില്ലല്ലോ. നിൽക്കുന്നു. വാടാ. ദാ നിന്റെ ബാഗ് പിടിക്കേ. ആന വിളിക്കാതിരിക്കുവായിരുന്നു. ബാഗ് എടുത്തോണ്ട് വരാൻ. അപ്പോഴേക്കും നീയൊക്കെ എടുത്തു. നീയൊക്കെ ആണടാ യഥാർത്ഥ ഫ്രണ്ട്സ്. അല്ല, എന്റെ പൊന്നനിയൻ എന്തേ? അവനെന്തോ ഇമ്പോസിഷൻ എഴുതാനുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. ഇമ്പോസിഷനോ? എങ്ങടേലും പോട്ടെ. ദേ പോകുന്നു നിന്റെ കാലൻ. കാലൻ നല്ലടാ, കാലത്തി. ഇവിടെയും കൊണ്ട് തീരുമെങ്കിൽ എന്ത് നന്നായനെ. ഇത് എന്റെ നെഞ്ചത്തോട്ട് തന്നെയല്ലേടാ കെട്ടിയെടുക്കുന്നേ. ആ വീടൊന്ന് മാറിയിരുന്നേ. അങ്ങ് മാറടാ, എന്താ ഇത്ര പ്രയാസം? അപ്പൻ സമ്മതിക്കണ്ടേ? അങ്ങേരോട് പറഞ്ഞ അങ്ങേര് എന്റെ പ്രാചീന അപ്പൂപ്പന്മാരെ വരെ സ്മരിക്കും. എന്റെ വിധി. ബേബി, ബേബിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നടന്നു വരരുതെന്ന്? ഏട്ടായിനെ കാണാനിട്ടാ ഞാൻ. എത്ര നേരം അവിടെ ഞാൻ നിന്നറിയോ? ഓ എന്റെ ബേബി, ആ കാലുകൾ ഇങ്ങനെ തരുമോ? ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ. ഏട്ടായി, എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഈ എബിയേട്ടായി ഉള്ളപ്പോൾ എന്റെ മോൾ എന്തിനു പേടിക്കണം? അത് നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പണ്ടാറും. അറിഞ്ഞ എന്നെ അപ്പൻ തന്നെ കുഴിവെട്ടി മൂടിക്കോളും. കെവിന്റെ വക ഒരു റീത്തും അമ്മച്ചിയുടെ വക ഒരു കൂടി മെഴുകുതിരി. ഏട്ടായി, തമാശ പറയല്ലേ. എനിക്ക് ഏട്ടായിയുടെ കൂടെ ജീവിക്കണം. ഏട്ടായിയുടെ 10 കുട്ടികളുടെ മമ്മിയായിട്ട്. കൊതിയാവുന്നു കേട്ടിട്ട്. ഏട്ടായി, ഏട്ടായി എന്താ ഒന്നും വേണ്ടാതെ? അത് പിന്നെ മമ്മി. മമ്മിയോ? കൊളുക്കിയതാ. അത് പിന്നെ ഈ 10 കുട്ടികളെന്നൊക്കെ പറയുമ്പോ എനിക്ക് റെസ്റ്റ് എടുക്കാൻ നേരം ഉണ്ടാവില്ലല്ലേ? ഏട്ടായി, ഏട്ടായി, നമുക്ക് ഒരുമിച്ച് ജനിക്കാൻ പറ്റൂ? പിന്നെ അയ്യോ, ഇത് ആ വർഗീസല്ലേ അപ്പന്റെ കൂട്ടുകാരൻ. തൽക്കാലം മോള് ആ കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി നിൽക്ക്.
ആരായത് എബിക്കച്ചോ? എന്താ മോനെ കുറ്റിക്കാട്ടി? ഒന്ന് മുള്ളാൻ വന്നതാ. ഓ മുള്ളാൻ, നീയും നിന്റെ അപ്പനെ പോലെ തന്നെയാണല്ലോടാ. നിന്റെ അപ്പന് ഇത് തന്നെയായിരുന്നു പണി, ഏത് നേരവും കുറ്റിക്കാട്ടി. ആ നിന്ന് തിരിയാതെ വേഗം വീട്ടിൽ പോവാൻ നോക്ക് കേട്ടോ. ഓ ഒന്ന് പോടെ കാണാം. മോളൂസേ, ആ ഏട്ടായി എന്നെ ഉറുമ്പ് കടിച്ചു. എന്ത്? എവിടെയാ ഉറുമ്പ്? അറിയില്ല ഏട്ടായി. എന്റെ മോളൂസിനെ വേദനിപ്പിച്ച ഉറുമ്പിനെ ഞാൻ വിടില്ല. നാളെ ഉറുമ്പ് പൊടി കൊണ്ടുവന്നിട്ടാ. ഇപ്പം മോള് വെക്കോ. ഐ ലവ് യു ഏട്ടായി. ഐ ലവ് യു. വണ്ടി എടുത്ത് മാറ്റടാ. എടുത്ത് മാറ്റുന്നുണ്ടോ ഇല്ലേ? ഇത് നിന്റെ തന്തയുടെ വക റോഡാണോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി പാർക്ക് ചെയ്യും. നീ ആരടി ചോദിക്കാൻ? മമ്മി മമ്മി, ഈ ചെണ്ടി ഇനി വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല. എടാ എടുത്ത് മാറ്റുന്ന നിന്റെ മയിൽ വാഹനം. ഓ വേണുപിള്ളേ, എന്ത് വിളിച്ചടാ? പിന്നെ നിങ്ങൾ എന്തോ വിളിക്കണം? ഐശ്വര്യറായി എന്ന് വിളിക്കട്ടെ? ദാ മര്യാദക്ക് സംസാരിച്ചോ. പെണ്ണുമ്പളെ നിന്റെ തള്ളയില്ലകത്ത്, അവളെ വിളിയടാ. ഇടി 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 ഒരുമ്പെട്ടവളെ, നീ നിലത്ത് നിക്കടി. അമ്മച്ചി, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇവള് വന്ന് ചുമ്മാ അങ്ങ് തേര് വിളിക്കുക. അതാ അവളുടെ സംസ്കാരം. അവളുടെ തള്ള പഠിപ്പിച്ചു കൊടുത്തതാ. ആണെന്ന് അങ്ങോട്ട് വെച്ച്. അതുപോലെ നിങ്ങളും അവന് പഠിപ്പിച്ചു കൊടുത്തതായിരിക്കും അല്ലേ? പ്രേമിക്കാൻ അതും ഒരു തള്ളേനെ. പട്ടി. എന്താ എന്താ പറഞ്ഞേ? എനിക്ക് പറയാൻ സൗകര്യമില്ല. വേണേ നിങ്ങളുടെ മകനോട് പോയി ചോദിക്കൂ, നന്നായിട്ട് പറഞ്ഞു തരും. ആന്റി ലവറെ. അയ്യോ, എന്റെ മകൻ പിഴച്ചു പോയേ. അയ്യോ അയ്യോ, എനിക്ക് ജീവിക്കണ്ട. അമ്മച്ചി, അമ്മച്ചി എന്താ അമ്മച്ചി? എടാ, നിന്റെ ചേട്ടൻ പിഴച്ചു പോയടാ. ആ അതെനിക്കറിയായിരുന്നു ഇവൻ പിഴക്കോന്നു. എന്റെ എരുതിയിൽ എണ്ണ ഒഴിക്കാനോ? എങ്കിലും എങ്ങനെ അമ്മച്ചിയോട് നിനക്കിത് ചെയ്യാൻ തോന്നിയടാ? നിന്നെക്കാൾ മൂപ്പുള്ള ഒരു കിളവി. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് ആ പരട്ടത്തള്ളായിട്ട് ഒന്നുമില്ല. ഓ മൈ ഗോഡ് കെവിൻ, യു ആർ എയർ. നോക്കടാ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ്, നീയോ മിസ് സൂസണും ബ്യൂട്ടിഫുൾ കപ്പിളെന്ന്. ആരെ ഇട്ടിരിക്കുന്നേ? വേറെ ആര്? വർഷ. അവളെ ഞാനിന്ന് കൊല്ലും. ഇരിക്കടവിടെ, ഞാനൊന്ന് വിലപിച്ച് തീരട്ടെ. നിലത്തും താഴത്തും വെക്കാതെ ഞാൻ നിന്നെ വളർത്തിയെടുത്തത് ഇതിനായിരുന്നോടാ. ഈ പപ്പും കൂടെ പോയ കിളവിയെ കാണിക്കാനാണോടാ നീ എല്ലാ ദിവസവും ഫെയർ ആൻഡ് ലവ്ലി വെച്ചോണ്ട് പോകുന്നേ? ഇടമണി, സക്കറിയുടെ വീട്ടിൽ നിന്നല്ലേ ആ നിലവിളി കേൾക്കണേ? അതേലോടി ജാനുവേ, ഇത് നമ്മുടെ അന്നമ്മയുടെ കരച്ചിലാണല്ലോടി. ഇനി സക്കറിയ ചേട്ടൻ തീർന്നോടി. എടി ജാനുവേ, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയാതെടി. ഇന്ന് രാവിലെയും കൂടി പൈപ്പിൻ ചൂട്ടി വെച്ച് കണ്ണൊക്കെ കാണിച്ചതാ. അങ്ങനെ അങ്ങനൊന്നും പോവില്ലടി. പിന്നെ എന്തുവാ നീ മിണ്ടല്ലേ? കള്ള കള്ള എന്നൊക്കെ പറയുന്നുണ്ട്. വാടി നോക്കാം. അയ്യോ, എന്റെ മോൻ പിഴച്ചു പോയേ. അമ്മച്ചി, കാറി കൂവി നാട്ടുകാരെ അറിയിക്കാതെ. ഇനി അറിയാൻ ആരും ബാക്കിയില്ലടാ കണ്ണാപ്പി. നീ നോക്കി വെച്ചോടി, നിനക്കിട്ട് നല്ലൊരു പണി ഞാൻ തോന്നുന്നുണ്ടടി. എന്താണ് ഇവിടെ ഒരു ബഹളം? നിന്റെ ആരെങ്കിലും ചത്ത? അയ്യോ, ചത്തെങ്കിൽ സമാധാനം ഉണ്ടായി. എനിക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ മോനെ ഒരു കിളവിയുമായി പ്രേമം. ഓ മൈ ഗോഡ്, നേരാണോടാ? എടാ നേരാണോ? അപ്പച്ചൻ എന്റെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുന്നു? മിണ്ടരുത്. ഇപ്പോഴാണ് എല്ലാം കൂട്ടി വായിക്കുമ്പോ എനിക്കെല്ലാം മനസ്സിലാവുന്നത്. പണ്ട് നിന്നെ കടാപ്പുറത്ത് കപ്പലണ്ടി വാങ്ങിച്ചു തരാൻ കൊണ്ടുപോകുമ്പോ നിനക്ക് പ്രായം 8. അപ്പോഴും കടപ്പുറത്ത് കളിക്കുന്ന കുട്ടികളെ കാണിച്ച് നിന്നോട് ഞാൻ പറയും, കളിക്ക് മോനെ കളിക്ക്. നീ കളിക്കില്ല. പക്ഷേ അപ്പോ അവിടെ
ഞൊണ്ടി തോണ്ടി നടന്നിരുന്ന കിളവിമാരിലായിരുന്നു നിന്റെ കണ്ണ്. നിന്റെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടതാ. അത് ഇതായിരുന്നോ? നീ ഓൾഡ് ലവർ ആയിരുന്നോടാ മഹാപാവി. മനുഷ്യ മതി പ്രസംഗിച്ചത്. എനിക്ക് പറയാനൊന്ന് പറയട്ടെ. 7 വർഷം മോളെ പൊളിച്ചെടി. സക്കറിയുടെ വീട്ടിൽ നിന്ന് എല്ലാം തല തല്ലിച്ചാകും. ഇതിലൊരു സത്യവുമില്ല. ഞാൻ പോയി പറയാൻ നോക്കിയതിന് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഡീ ഒരടി വെച്ചാൽ നിന്റെ കാലിനും തല്ലുപിടിക്കും. അവിടെ നിന്നാണോ? എങ്കിലും എന്റെ മോനെ അമ്മച്ചിയെ നീ സഹായമാതാവാക്കിയല്ലോ. എന്റെ മരുമകളെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമടാ? ഷോ മീ ദ മീനിങ്. അപ്പൊ അട്ടത്തള്ളനെ കാണിക്കടാ ആ കിളവിനെ. Want a lady in the street, but a freak in the bed that say. അയ്യോ അയ്യോ അയ്യോ, മരുമകൾക്ക് വേണ്ടി ലിപ്സ്റ്റിക്കും പൗഡറും വാങ്ങേണ്ട സമയത്ത് ഞാൻ നരമ്പെണ്ണയും മുറിവെണ്ണയും വാങ്ങേണ്ടി വരുമല്ലോ. എന്റെ ഈശോയെ. ഇല്ലേ ആച്ചി? നോ മിണ്ടരുത്. ഷോ മീ ദ മീനിങ്. ആ തള്ളയുടെ ഡീറ്റെയിൽസ് പറയടാ. എനിക്ക് നിന്റെ ഇഷ്ടമാടാ വലുത്. അമ്മച്ചി തൊള്ള കുറക്ക്. അപ്പം മരിച്ചെന്നോർത്ത് ആളുകൾ ഓടിക്കൂടും. ആ പട്ടി. Want a lady in the street, but a freak in the bed that say. അയ്യോ എന്റെ അന്നമ്മ ചേച്ചി, ചേച്ചിക്ക് ഈ കലി വന്നല്ലോ. Want a lady in the street, but a freak in the bed that say. എങ്കിലും എങ്ങനെ തോന്നി സദറി ചേട്ടാ ചേട്ടനെ തുമ്പപ്പോൾ ഇരിക്കുന്ന ഈ ചേച്ചി ഇട്ടിട്ട് കണ്ട തള്ളയുടെ പുറകെ പോവാൻ? പല്ലക്കിളവി വേണ്ടെന്ന് വിളിച്ചു പറയുന്നു പുന്നാര മോളെ. നീ ഓർത്ത് വെച്ചോടി, ഇതിനുള്ള പണി എനിക്ക് ഞാൻ തരും. നാളെ നേരം വെളുക്കട്ടെടി.